ഹലോ, ഞാൻ ദേ ഒരു ഗ്ലാസ് ചായ എടുത്തിട്ട് ഒരുത്തന്നെ അന്വേഷിച്ച് നടക്കുമ്പോൾ അവൻ വന്നിരിക്കണത് കണ്ട. ഞാൻ ഈ മുറം കൊണ്ടുവന്ന് ഇവിടെ വെക്കുന്ന അവൻ കണ്ടായിരുന്നു കേട്ടാ. ഇതെന്താണെന്ന് മനസ്സിലായില്ലേ? നമ്മൾ രാവിലെ അടിച്ചു വാരി നമ്മുടെ പൂക്കളാണ്. അപ്പം ഇതെന്തായാലും നമ്മൾ വെറുതെ കളയുകയാണ്. അപ്പോൾ മോനാണെങ്കിൽ ഇന്നലെ അതിനകത്ത് കിടന്നൊന്ന് വിറകാണ്ട് ഭയങ്കര വിഷമിച്ചിരിക്കുകയായിരുന്നല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത് അവന് കളിക്കാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും നമ്മൾ കളയുക. അപ്പോൾ പിന്നെ കൊച്ചിച്ചിരി നേരം കളിച്ചോട്ടെ, അല്ല അതൊക്കെ ഒരു സന്തോഷമല്ലേ. അങ്ങനെ അപ്പോൾ ആദ്യമൊക്കെ കുറച്ച് ഡീസൻ്റ് ആയിട്ടൊക്കെ വാരി പപ്പ പുറത്ത് പോയതൊക്കെ വാരി അകത്തേക്കൊക്കെ ഇട്ടു, അങ്ങനെയൊക്കെ ചെയ്തു. അപ്പോൾ പിള്ളേരുടെ കാര്യം അറിയാമല്ലോ. പിന്നെ അപ്പോൾ അവൻ്റെ സന്തോഷം കാണാന്നുള്ളതാണല്ലോ നമ്മുടെ ഇത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്ന് വിചാരിച്ചു. വൈകുന്നേര സമയം എല്ലാ ദിവസവും നമ്മൾ പുറത്തിറക്കാറുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇന്നിപ്പോൾ ഇതിനകത്ത് കിടന്ന് കളിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അവൻ എന്നെ വിളിച്ചു പോകണമെന്ന് കാണിച്ചു തരിക, കണ്ടോ ഇതെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കാര്യമായിട്ട് കാണിച്ചു തരിക. അവൻ അതിനകത്ത് നിന്ന് ഓരോന്നൊക്കെ എടുത്ത് മണക്കുകയൊക്കെ ചെയ്യുക, മണമുണ്ടെന്നൊക്കെയാണ് പറയണത്. അപ്പം ഞാനും പോയി അവൻ്റെ കൂടെ കുറച്ച് നേരം നിന്ന് കളിക്കുകയൊക്കെ ചെയ്തു. അതൊക്കെ പിള്ളേർക്കൊരു സന്തോഷമല്ലേ. അപ്പം അങ്ങനെ അവൻ്റെ കൂടെ കുറച്ച് നേരം കളിച്ചു. പിന്നെ അവൻ അതിൽ നിന്നൊരു പേപ്പറൊക്കെ എടുത്ത് വലിയ കാര്യമായിട്ട് കൊണ്ടു കിടക്കുക. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു, ഇങ്ങനെയല്ലടാ എടുത്ത് വാരി എറിയടാ എന്ന് പറഞ്ഞു. നമ്മളെ കൊണ്ട് അത്രയ്ക്കല്ലേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ കാണിച്ചു കൊടുത്തു ഞാൻ. അപ്പോൾ അവന് അറിയണില്ല. അപ്പോൾ ഞാനിങ്ങനെ കയ്യിലിങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനിങ്ങനെ തട്ടി കാണിച്ചു കൊടുത്തു. അപ്പോഴേക്കും അവൻ്റെ കണ്ണിൽ പോയിട്ട് അതൊന്നും പിന്നെ വിഷയമാക്കിയില്ലേ പുള്ളി. വേഗം തന്നെ വീണ്ടും വാരി കളി തുടങ്ങി. അങ്ങനെ അപ്പോൾ പിള്ളേരുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം. അപ്പം ഞാൻ ചുമ്മാ ഇതിപ്പോൾ എന്തായാലും നമ്മൾ കളയുക. അപ്പോൾ പിന്നെ പിള്ളേർ ഇച്ചിരി ഒന്ന് കളഞ്ഞോട്ടെ. നമ്മുടെ മുറ്റത്ത് കൊണ്ടുവന്ന് ഇട്ട് കൊടുത്തില്ല, കാരണം മെറ്റലുള്ളതുകൊണ്ട് ഭാര്യ പോവില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ, ഇത് നമ്മുടെ വീട് തന്നെയാണ്, അറിയാമല്ലോ, ഞാൻ പറയാറില്ലേ. അങ്ങനെ അപ്പോൾ അവൻ അവിടെ വാരി കളി തുടങ്ങി. പിന്നെ അങ്ങോട്ട് ഏറായിരുന്നു. പിന്നെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്ന് വിചാരിച്ചു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.